ഹലോ എല്ലാവർക്കും അസ്ലം ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന PNCMA-യുടെ 6ാം ഘട്ട അലോട്ട്മെന്റ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചെന്ന് അറിയാൻ വേണ്ടി PNCMA-യുടെ വെബ്സൈറ്റിൽ എടുത്താൽ ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് 6th അലോട്ട്മെന്റ് കാണാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്താൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ കോളേജിലാണ് ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ എല്ലാ കോളേജിലും ഒഴിവുള്ള സീറ്റിലെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ലഭിച്ചെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ പേയ്മെന്റ് അടച്ച് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട തീയതി നവംബർ 15 5 മണിക്ക് മുമ്പായെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ലോഗിൻ അലോട്ടഡ് യൂട്ടേഴ്സ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അലോട്ട്മെന്റ് ലഭിച്ചെങ്കിൽ അവിടെ അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതുവഴി നിങ്ങൾക്ക് ടോക്കൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ടോക്കൺ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. അതോടൊപ്പം ഓൺലൈനായിട്ട് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട് മെമ്മോ ലഭിക്കുന്നതാണ്. അലോട്ട് മെമ്മോയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഈ അലോട്ട് മെമ്മോ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇടേണ്ടതാണ്. പിന്നീട് നിങ്ങൾ കോളേജ് ജോയിൻ സമയത്ത് ഈ അലോട്ട് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ടും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ വേണം കൊണ്ടുപോകേണ്ടത്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടിയെന്ന് ഈ അലോട്ട് മെമ്മോയിൽ തന്നെ പറഞ്ഞിരിക്കും. അതോടൊപ്പം നിങ്ങൾ ആ 15 മുമ്പ് കോളേജ് ജോയിൻ സമയത്ത് നിങ്ങൾ മറ്റ് ഫീസുകളെല്ലാം അടച്ചിരിക്കണം. അതായത് ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ തുടങ്ങിയ ഫീസുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ടോക്കൺ പേയ്മെൻറ്റ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. ബാക്കി പേയ്മെൻ്റ് എല്ലാം നിങ്ങൾ കോളേജ് വഴിയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാവരും നവംബർ 15 5 മണിക്ക് മുമ്പായി തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരം അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്